ഹേ ഓൾ വെൽക്കം ബാക്ക് ടു സുബാവ വ്ലോഗ്സ്. അപ്പം ഇതൊരു നമ്മൾ വീട്ടിൽ എടുക്കണം എന്ന് വിചാരിച്ച് അങ്ങനെയൊന്നും എടുത്തതൊന്നുമല്ല. അപ്പം ഏട്ടൻ വൈകിട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എന്നെ വിളിച്ച് ചോദിച്ചു, എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്, നിങ്ങൾ എൻ്റെ കൂടി വരണോ എന്ന്. കേൾക്കേണ്ട താമസത്തിൽ ഞാനും ബസ്സും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്, യെസ് ഞങ്ങളും വരുന്നുണ്ട് അച്ഛാ. അങ്ങനെ ഏട്ടൻ വന്ന്, അപ്പം ഏട്ടൻ പറഞ്ഞ എന്തായാലും കാറിലാണ് പോണത്, അപ്പം നിങ്ങളും കൂടെ വന്നോളൂ. കേൾക്കേണ്ട താമസമല്ലേ, നമ്മളും കൂടെ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഏട്ടനും ഞാനും കൂടെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പോയതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് പോയി. ഏതായിരുന്നു ഏട്ടൻ്റെ ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോയി. ബ്രഹ്മോസിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അല്ല, അവിടെ അല്ല, ഇനി അവിടെ വശമൊന്നും എടുത്തൊന്നുമില്ല. പിന്നെ നമ്മൾ നേരെ പോയത്, പോകും വഴി ഇതുപോലെ ഇപ്പൊ ഫുൾ ലൈറ്റ് ഉണ്ട് കേട്ടോ, എല്ലായിടും ഇതുപോലെ നല്ല ലൈറ്റൊക്കെ ആയിട്ട്. അങ്ങനെ ഈ ലൈറ്റൊക്കെ കണ്ട് 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 നമ്മൾ നേരെ പോയത് ഹമാര ചോയ്സിലേക്കായിരുന്നു. കാരണം എൻ്റെ മൂക്കുത്തി ഇവരെ സമ്മതിക്കണം കേട്ടോ, ഈ ഹമാര ചോയ്സുകാരെ. കാരണം എൻ്റെ ഫസ്റ്റ് ഞാൻ അവിടെ നിന്ന് മൂക്കുത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ബ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് മേടിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കല്ല് പോയി. അവിടെ തിരിച്ചു കൊണ്ട് കൊടുത്തപ്പോൾ എനിക്ക് റീപ്ലേസ് ചെയ്ത് തന്നു. പിന്നെ കൊണ്ട് ചെന്നപ്പോൾ അതിൻ്റെ കമ്പില്ലേ നീണ്ടിരിക്കണം, അത് പോയി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അതുകൂടെ ശരിയാക്കാം, അപ്പം നിങ്ങളും കൂടെ വന്നോളൂന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ സർപ്രൈസ് എനിക്ക് കിട്ടിയത്. ഏട്ടൻ പറഞ്ഞ് ബ്രേസ്ലെറ്റ് വാങ്ങാനായിട്ടാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്ന്. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി കേട്ടോ. കാരണം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ബർത്ത്ഡേ ആണ്. സോ അപ്പം അതിന് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു. അപ്പം അതിനാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ നമ്മൾ ഈ ബ്രേസ്ലെറ്റിൽ നേരത്തെ കണ്ട ബ്രേസ്ലെറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ലൈറ്റ് വെയിറ്റ് കളക്ഷന് ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഹമാര ചോയ്സ് ആണ്. ഇത് പ്രമോഷൻ ഒന്നുമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ 2 ഗ്രാം തൊട്ടുള്ള കൊലുസും ബ്രേസ്ലെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല സൂപ്പർ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന് സെലക്ട് ചെയ്ത് ഈ ഐറ്റമാണ് കേട്ടോ എടുത്തത്. എനിക്കിതുപോലെ ഈ വൈറ്റ് ഗോൾഡിൻ്റെ ഈ ബോൾസ് വരുന്നതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൊലുസ് ഇത് തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അങ്ങനെ നമ്മൾ പരതി ഇതെടുത്ത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, 2 ഗ്രാമിൻ്റെതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഡെയിലി യൂസിന് എനിക്ക് പറ്റാത്തതിനെ കൊണ്ട് പിന്നെ ഞാൻ ഒരു സാധനവും ഞാൻ ഡെയിലി ഇടാറില്ല. എനിക്ക് സ്വർണത്തിനോട് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല. എനിക്ക് ഇതുപോലുള്ള ഫാൻസി ഐറ്റംസ് ഇട്ടോണ്ട് നടക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മൂക്കുത്തി മാറി നമ്മൾ നേരെ വന്ന് പെട്രോളൊക്കെ അടിച്ച് വീട്ടിലേക്ക് പോവായിരുന്നു. വീട്ടിലേക്ക് പോകും വഴി കുട്ടി ഒരേ കരച്ചില്. കുട്ടിക്ക് തോക്ക് വേണം അത്രേ. അവൻ ഇറങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു അവന് തോക്ക് വേണമെന്ന്. പക്ഷെ അവന് തോക്ക് മേടിക്കാതെയാണ് നമ്മൾ ഓരോന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. പക്ഷെ പിള്ളേരല്ലേ, സമ്മതിക്കില്ലല്ലോ. പിന്നെ ഒരുവിധം പറഞ്ഞ് ആശ്വാസപ്പെടുത്തി നമ്മൾ നേരെ പോയത് സംസം ബൺ കഫേയിലേക്കായിരുന്നു. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു ബണ്ണ്, ഈ ക്രീം ബണ്ണ്. പക്ഷെ അവിടെ ചെന്ന് ഏട്ടനാണ്, ഇപ്പൊ ഇവൻ ബഹളായതുകൊണ്ട് ഏട്ടനാണ് പോയി ഇറങ്ങി മേടിച്ചത്. അപ്പൊ ഏട്ടൻ ഫോൺ ചെയ്താണ് വരുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്ത് വേഗം എടുത്ത് കഴിച്ചു നോക്കിയപ്പോഴ് അതിനകത്ത് ക്രീമൊന്നും ഇല്ല. അപ്പൊ ഏട്ടൻ ഫോൺ കട്ട് ചെയ്തല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഏട്ടന് മാറിപ്പോയതായിരിക്കും. ഞാൻ പേരൊക്കെ പറഞ്ഞാണ് വിട്ടത്, ഏട്ടൻ ഇന്ന സാധനമാണെന്നൊക്കെ. പിന്നെ ഞാൻ എൻ്റെ വിശപ്പിന്റെ വിളി കൊണ്ട് അവിടെ ഇരുന്ന് കഴിച്ച് ഫോൺ കട്ട് ചെയ്തപ്പോഴാണ് പറയുന്നത് ഐറ്റം കഴിഞ്ഞു. നമ്മൾ ചെന്നപ്പോഴേക്ക് 8:30-9 മണി ആവാറായിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ചെന്നാൽ കിട്ടൂലെന്ന്. പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഇത് സാധാ ബണ്ണാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഈ ഒരു ബണ്ണ്. ആ ഒരു ക്രീമിന്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു അപ്പൊ ക്രീം വെച്ച് എന്ത് ടേസ്റ്റ് ആയിരിക്കുന്നു. എന്തായാലും ഇനി ഒരു ദിവസം അതിലേ പോകുമ്പം മേടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വസുവിനും ഇഷ്ടമായിട്ടുണ്ട്. വസു സാധാരണ ഇങ്ങനത്തെ ഐറ്റംസിനോടൊന്നും വസുവിന് ഇഷ്ടമില്ലാത്തതാണ്. എന്തോ വസു ഇരുന്ന് നന്നായിട്ട് കഴിച്ചു അത്. പിന്നെ നമ്മൾ ഇനി ഏട്ടൻ പറഞ്ഞു ചെന്നിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും വഴി മെക്സിക്കൻ മന്തി വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. കുറച്ച് എരിയാണ്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വസുവിനും ഇത്തിരി റൈസൊക്കെ വസു കഴിക്കും, അതുകൊണ്ടാണ് മേടിച്ചത്. പക്ഷെ കൊണ്ടുവന്നിട്ട് വസുവിന് കഴിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇങ്ങനെ പൊട്ടിക്കാം. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പാത്രങ്ങളൊക്കെ സൂപ്പർ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം, എന്തെങ്കിലും കറിയൊക്കെ തോരനാ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് കിട്ടും. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. ശ്രുതിയിൽ ചേരും ഇവളുടെ
ഇവളുടെ മൂകസല്ലാപം തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ മനസ്സിന്റെ കോണിൽ തുളുമ്പിയല്ലോ ഈ ആലോല ചുണ്ടിൽ തത്തിയൊരീണത്തേൻ തുള്ളി ഈ വിരൽ തുമ്പിലെ താളം പോലും എന്റെ നെഞ്ചിനുൾ തുടിയായല്ലോ ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ ചെറുപൂങ്കുല പോലിവളാടുമ്പോൾ മോഹം മൃദുമൗനം പോലും സംഗീതം അങ്ങനെ സന്തോഷ പ്രകടനത്തിനൊക്കെ ഒടുവിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. എനിക്ക് ഈ മെക്സിക്കൻ മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ വരുന്ന ഈ മയനീസിനെക്കാട്ടിലും എനിക്കിഷ്ടം ഈ ഒരു ചട്നിയാണ്. ഒരു മുളകും ഡേറ്റ്സും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഐറ്റം. അത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ രണ്ടും കൂടെ നമ്മൾ നല്ല കുഴച്ച് നല്ല വേശ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് സുബാവ വ്ളോഗ്സ്.